ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് കറുപ്പ് എന്ന് പറയുന്ന സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ടീസറാണ്. RJ ബാലാജിയാണ് ഇതിന്റെ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. സോ ഈ ഒരു സിനിമയെ കുറിച്ച് എനിക്ക് വലിയ അങ്ങനെ ഹൈപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം RJ ബാലാജി എന്ന് പറയുന്നത് ഒരുപാട് സ്പൂഫ് പരിപാടികളുടെ ആളാണ്. സോ അത്തരത്തിലൊരു പടമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു സംഭവങ്ങളെല്ലാം. സോ അതൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ ഒരു ടീസർ കൂടെ നോക്കാം. ഈ ഒരു സ്പൂഫ് പരിപാടി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും മൂഞ്ചി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അവർ ഇതിന് മുന്നേ ഇന്നലെ മിനിഞ്ഞാന്നും കണ്ട് സൂര്യയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ അല്ലെങ്കിൽ ടീസർ ഇറക്കുന്നതിന് മുമ്പ് ഒരു ഫുള്ള് ബ്ലാക്ക് ഇതായിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് മാത്രം കാണിച്ചുകൊണ്ട് ഒരു സൂര്യയുടെ ഒരു ഫേസിന്റെ മാത്രമായിട്ടൊരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റർ. അത് കണ്ടപ്പോൾ എന്തോ ഒരു ഗംഭീര ഒരു പരിപാടി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു പോസ്റ്റർ ആയിരുന്നു. സോ എന്തായാലും ടീസർ നമുക്ക് കണ്ടുനോക്കാം, ബാക്കി എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു മിനിറ്റ് 43 സെക്കൻഡ് ഉണ്ട്. പൊളി സാധനം. ഓ, ഡ്രീം വാരിയർ പിക്ചേഴ്സ്. വക്കീല നടുപ്പിൻ നായകൻ. ഓ, അറിവാണ് കേട്ടോ പാട്ട് പാടിയാണ്. സായി അഭ്യങ്കാറാണെന്ന് ചോദിച്ചു. ഗജനിയിലെ സാധനം. ഓ, അൻപറിവ് ആക്ഷനൊക്കെ. ഓ, അത് സൂപ്പറാർക്ക്. എൻ്റെ അമ്മേ. ഓ, സിംഗം. എൻ്റെ മോനെ ഒന്നും പറയാനില്ല. ഞാൻ എന്താണോ സൂര്യയിൽ നിന്ന് കാണാൻ പ്രതീക്ഷിച്ചത്, അതായത് സിംഗം പരിപാടികൾക്ക് ശേഷം സൂര്യയിൽ നിന്ന് എന്താണോ കാണാൻ പ്രതീക്ഷിച്ചത്, ആ ഒരു അൾട്ടിമേറ്റ് സാധനം ഈ ഒരു പടത്തിനകത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെയൊന്നല്ല RJ ബാലാജി സൂര്യനെ വെച്ച് പടം ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്പൂഫ് പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് അൾട്ടിമേറ്റ് തറമാന സംഭവം എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള പക്ക ഫ്രെയിം കാര്യങ്ങളൊക്കെ വെടിച്ചില്ല ഐറ്റംസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ഫ്രെയിമുകളുണ്ട്, ആക്ഷൻ സീക്വൻസുകളൊക്കെ തെറിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ കളർ പാറ്റേൺ ആണെങ്കിലും കളർ ഗ്രേഡിങ് ആണെന്നുണ്ടെങ്കിലും എന്തിനു പറയണോ, ആ കൊടുത്തിട്ടുള്ള അറിവ് പാടിയിട്ടുള്ള സോങ് വരെ ഗൂസ് മൊമെന്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഡയലോഗുകളും കിഡിലും ഡയലോഗുകളുണ്ട്. ടീച്ചറിന് അധികം ഒന്നും വ്യക്തമാവുന്നില്ല. ഇതിൽ തൃഷേനൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഇതിൽ തൃഷേനൊന്നും കണ്ടിട്ടില്ല. ഫുള്ള് സൂര്യയാണ്, സൂര്യയുടെ അഴിഞ്ഞാട്ടാണ് ടീച്ചർ മൊത്തം. സൂര്യ വക്കീലിന്റെ വേഷത്തിലൊക്കെ വരുന്നുണ്ട്, വക്കീലാണ് തോന്നുന്നു. അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ ഒരു തലൈവൻ, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി. അതുപോലെ തന്നെ അറിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ സഹായിക്കുന്ന ദൈവത്തിനോടൊക്കെ ഉപമിച്ചിട്ടാണ് സൂര്യനെ കാണിക്കുന്നതൊക്കെ. സോ അത്തരത്തിലുള്ളൊരു ഗോഡ് ലെവൽ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിന്റെ ഒരു ഗോഡ് ലെവൽ ഒരു പരിപാടിയൊക്കെ ആയിരിക്കും. ഗോഡ് ലെവൽ എന്ന് മീൻസ് ഒരു തലതൊട്ടപ്പൻ എന്നുള്ള നിലയ്ക്കാണ് ഞാനത് ഉദ്ദേശിച്ചത്. അത്തരത്തിലൊരു ആളായിരിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്തു കൊടുക്കുന്ന, പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാൾ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കും. ചിലപ്പോൾ സ്റ്റോറി ഇത്തരത്തിലൊരു ആവറേജ് സ്റ്റോറിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിൽ മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഗംഭീര സാധനമായിട്ടുണ്ട്. ജഡ്ജ് ചെയ്യാൻ അറിയില്ല എനിക്ക് RJ ബാലാജീനെ, എങ്ങനെയാണ് ഇയാൾ കഥ കൊണ്ടുപോകുക എന്നുള്ളതൊന്നും. എന്തായാലും ഒരു വെടിച്ചില്ല ഐറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ ഒരു രക്ഷയില്ലാണ്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അറിവ് പാടിയിട്ടുള്ള 3 മിനിറ്റിന്റെ ആ ഒരു സോങ് തന്നെ വേറെ ലെവൽ ഗോട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളതൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.